പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും. ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്ത് നിന്നും ഒരു വലിയ പ്രതികൂലം നേരിട്ടപ്പോൾ ദാവീദ് പാടിയ പാട്ടാണ്. ഇന്ന് ഈ രാത്രിയിൽ ഇത് കേൾക്കുന്നവർക്ക് ഒരാശ്വാസമായി തീരട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നീതിയും ശക്തിയും ബലവും ആശ്വാസവും ഒക്കെ തരുന്ന വചനമാണ്. ഭാരത്തോടുകൂടെയോ പ്രയാസത്തോടുകൂടെയോ ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇതെന്നെ കേൾക്കുന്ന ഈ കാണുന്ന ഒരാൾക്കെങ്കിലും ഈ വചനം ജീവനായി ശക്തിയായി ബലമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രതികൂലത്തിലിരിക്കുമ്പോൾ കുടുംബത്തിനകത്ത് നിന്നുമുള്ള വലിയ പോരാട്ടം നേരിട്ട ദാവീദ് പാടിയ പാട്ടാണത്. തൻ്റെ മകൻ വീട്ടിനകത്ത് നിന്നും തനിക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ പ്രാണനെ പോലും നശിപ്പിച്ച് കളയുമെന്നുള്ള അവൻ്റെ വിചാരത്തിൽ, തൻ്റെ മകൻ്റെ വിചാരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എല്ലാ അധികാരവും ശക്തിയും ആൾബലവും സൈന്യബലവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ അഭിഷേകം തൻ്റെ മേലുണ്ടായിരുന്നിട്ടും മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദ് കേവലം തൻ്റെ മകൻ്റെ മുമ്പിൽ ഒളിച്ചോടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം വിട്ടെറിഞ്ഞിട്ട് വനാന്തരത്തിലോട്ടോ അല്ലെങ്കിൽ ഗുഹകളിലോട്ടോ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ തനിക്ക് വേണമെങ്കിൽ തിരിഞ്ഞു നിന്ന് അവരോട് പോരാടാമായിരുന്നു, അവനെ ജയിക്കാമായിരുന്നു. പക്ഷേ ദാവീദ് അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഭാരത്തെ സമർപ്പിക്കുവാനിടയായിത്തീർന്നു. അവിടെ പറയുന്നു, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഏത് വിഷയമായിരുന്നാലും ഏത് പ്രശ്നമായിരുന്നാലും ഒരിക്കലും